ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ട് തയ്യാറാക്കാം. ഞാനിവിടെ ഐസ്ക്രീം പുഡിംഗാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ ഐസ്ക്രീം പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എൻ്റെ ഈ ഒരു കപ്പ് 250 ml ആണ്. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, 2.5 കപ്പ് പാലായാലും മതി. ഇനി നമുക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര, ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ 1/4 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല, ഞാൻ വലിയ സ്പൂണാണ് എടുത്തേക്കുന്നത്, ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് നമുക്ക് ഈ കൂട്ടിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ ഈ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഈ രീതിയിൽ തന്നെ നിങ്ങളിത് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. എല്ലാം മിക്സ് ആയതിന് ശേഷം മാത്രമേ അടുപ്പിൽ വെച്ച് ഇത് ഇളക്കി കൊടുക്കാവൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന കാണുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല തിക്കാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചൂടായി വരുമ്പോൾ നമുക്കിത് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കംപ്ലീറ്റ് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഫാനിൻ്റെയൊക്കെ താഴെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസ് ചൂടോടെ ഒഴിക്കരുത്, കാരണം അതിൻ്റെ മണം നഷ്ടമാകും. അപ്പോൾ ചൂടാറിയതിന് ശേഷമേ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ട്രേ ആണ് വേണ്ടത്. ഒരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേ ആണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള ട്രേ ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി ഞാൻ നടുക്കായിട്ടൊരു ഗ്ലാസ് വെക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്നത് ആ നടുക്ക് ഒരു ഹോള് വരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓവർനൈറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂർ ഫ്രീസറിലാണ് ഞാൻ വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ കൂടി വെച്ചൊന്ന് കവർ ചെയ്യാം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. ഇത് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, 3-4 പേര് ചോദിച്ചിരുന്നു ഏത് ചോക്ലേറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ ഇതുപോലുള്ള 1/2 കിലോയുടെ ചോക്ലേറ്റാണ് മേടിക്കുന്നത്. ഇതിൻ്റെ വില 140 രൂപയാണ്. അപ്പോൾ 1/2 കിലോയുടെ ചോക്ലേറ്റ് ഞാൻ മേടിച്ച് വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് ചെറി അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചോക്ലേറ്റ് എടുത്തത്. ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. നമുക്ക് ഈ ഗ്ലാസ് ഇതിൽ നിന്ന് മെല്ലെ ഒന്ന് മാറ്റണം. മെല്ലെ ഒന്ന് പയ്യെ തിരിച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെയുള്ളൊരു സെക്കൻഡ് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് കമത്തി വയ്ക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ റീമോൾഡായി കിട്ടും. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. കണ്ടോ, പെട്ടെന്ന് തന്നെ ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ വെച്ചതുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് റീമോൾഡായി നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറീസ് വേണമെങ്കിലും വെച്ച് അലങ്കരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു സമ്മർ ഡെസേർട്ട് തന്നെയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇടുന്നുണ്ട്. ഷുഗർ ബോൾസ് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടണിൽ ഒന്നമർത്തി ഒരു ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഞാനൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം.
അപ്പോൾ നല്ലൊരു ഡെസേർട്ടാണ് ഇവിടെ റെഡിയായത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.